നമ്മുടെ വിശപ്പിന്റെ വിളി ഭക്ഷണ വിതരണ ശുശ്രൂഷ ഫെബ്രുവരി മാസത്തെ പ്രോഗ്രാമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇന്ന് നമ്മളുടെ വിനോബാബു സാറുണ്ട്, മനോജ് സാറുണ്ട്, സഹായ മനസ്ഥിതിയോടെ ഇവിടെ എല്ലാം സപ്പോർട്ട്, ഷീലുണ്ട്, ജോളിയുണ്ട്, എല്ലാവരും കൂടെ ആണ് വെളുപ്പിനെ ആരംഭിച്ചതാണ്. ഇന്നലെ കാര്യങ്ങൾ കുറച്ച് ഒരുക്കി വെച്ച്. അപ്പം ഇന്ന് നമ്മൾ എവിടേക്കാണ് പോകുന്നത്? നെട്ടൂരി, കുണ്ടന്നൂരി, എറണാകുളം റെയിൽവേ സ്റ്റേഷൻ, എറണാകുളം നോർത്ത് അല്ലേ, സൗത്ത് റെയിൽവേ സ്റ്റേഷൻ, കലൂർ ബസ് സ്റ്റാൻഡ്, പിന്നെ നോർത്ത് ഓർബിറ്റിന്റെ അടിയിൽ. പിന്നെ മനോജ് സാറേ, കഴിഞ്ഞ തവണത്തെ പോയ ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് ഇത് നമുക്ക് സാറ് വീണ്ടും ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി സാറ് സന്മൻ സാറെ വന്ന് പ്രത്യേകം നന്ദി. സാർ എന്താണ് സാർ എക്സ്പീരിയൻസ്? എനിക്ക് ഒത്തിരി നാളത്തെ ആഗ്രഹമായിരുന്നു എൻ്റെ കൈകൊണ്ട് ഇതൊന്ന് കൊണ്ടെടുത്ത് കൊടുക്കണമെന്നുള്ളത്. അപ്പോൾ അത് വലിയൊരു ആഗ്രഹം സാധിച്ചു കിട്ടി. ഭയങ്കര സന്തോഷമുണ്ട്, നിറഞ്ഞ സംതൃപ്തിയുണ്ട്. കാരണം വചനം പറയുന്നത് നിങ്ങളിൽ ഈ ചെറിയവരിലൊരുത്തന് ചെയ്യുന്നതെല്ലാം എനിക്ക് വേണ്ടി ചെയ്തു എന്ന് വചനത്തിൽ പറയുന്നു. ആ വചനം ജീവിതത്തിൽ ഒന്ന് പ്രാവർത്തികമാക്കാൻ സഹായിച്ചതിന് ഒത്തിരി സന്തോഷമുണ്ട്. അപ്പൊ സാറ് നമുക്ക് YMCA സെക്രട്ടറി ആയിരുന്നപ്പോഴത്തേക്ക് ഈസ്റ്ററിനൊക്കെ ഒരു നല്ല മെസ്സേജ്, ഒത്തിരി ടച്ചിങ് ആയിരുന്നു, ഒക്കെ തന്ന വ്യക്തിയാണ്. എന്തായാലും പ്രാർത്ഥനയിൽ ഒത്തിരി അടിയുറച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിത്വമാണ്. അപ്പൊ സാറിനെ പോലെയുള്ളവരുടെയൊക്കെ സഹായ സഹകരണങ്ങൾക്ക് ഞങ്ങൾക്ക് ഒത്തിരി പ്രോത്സാഹനമാണ്. സാറ് പറഞ്ഞ് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ് ഭയങ്കര എക്സ്പീരിയൻസ് ആണ്, അടുത്ത പ്രാവശ്യം ഒന്ന് കുട്ടികളെ കൂടി കൊണ്ടുവരട്ടേന്ന് വെച്ചാൽ. അപ്പൊ കുഞ്ഞുങ്ങളെ ഇങ്ങനെയുള്ള ഇതിൽ നമ്മൾ ഇവരായിട്ടൊക്കെ ഇടപെടുമ്പോൾ ശ്രദ്ധിക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു അത് വേണ്ട, എന്നാൽ സാറ് സഹായിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഒത്തിരി നന്ദി, കാരണം നമ്മളൊക്കെ ഒത്തിരി ശ്രദ്ധിക്കണമല്ലോ. അപ്പൊ ഇത് സ്വീകരിക്കുന്നവരെയും സഹായിച്ചവരെയും പ്രാർത്ഥിക്കുന്നവരെല്ലാം ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.